വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക അന്വേഷണ സംഘം. ഇന്നലെ രാത്രി കീഴടങ്ങിയവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. സിദ്ധാർത്ഥന്റെ കുടുംബത്തെ ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അല്പസമയത്തിനകം സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തും. വിവാദങ്ങൾക്കിടെ സിദ്ധാർത്ഥന്റെ വീട് SFI സംസ്ഥാന നേതൃത്വം സന്ദർശിച്ചു. അരിൽ ഷുക്കൂർ മോഡൽ വിചാരണ കൊലപാതകമാണ് പൂക്കോട് നടന്നതെന്ന് T സിദ്ദിഖ് MLA ആരോപിച്ചു. ഷുക്കൂർ മോഡൽ വിചാരണ കൊലപാതകമാണ് വെറ്റിനറി ക്യാമ്പസിൽ നടന്നിട്ടുള്ളത്. അതിൻ്റെ പിറകിൽ ഒരു ആലോചനയുണ്ട്. ആ ആലോചനയ്ക്ക് നേതൃത്വം കൊടുത്തത് SFI ആണ്. ഈ മരണത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദിയും ഈ മരണത്തിൻ്റെ ശില്പിയും അവരാണ്. ഇതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും മാറാൻ സാധിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് ഒരു യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് ഒരു വിചാരണ കൊലപാതകമാണ്. ഇതിനു മുമ്പും സമാനമായിട്ടുള്ള വിചാരണ ആ ക്യാമ്പസിൽ നടന്നിട്ടുണ്ട്. കുടുംബത്തിൻ്റെ സമരത്തോട് നീതി പുലർത്തി പൂർണ്ണമായും ആ സമരത്തിൻ്റെ കൂടെ ഉണ്ടാകും. സിദ്ധാർത്ഥനെ കൊല ചെയ്ത് കെട്ടിത്തൂക്കിയതാണെന്നുള്ള പിതാവിൻ്റെ കുടുംബത്തിൻ്റെ ആരോപണം വളരെ ഗൗരവതരമാണ്. അതിനനുസരിച്ച സെക്ഷൻ 8 നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് പകരം അവർക്ക് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള പഴുതൊരുക്കുകയാണ് പോലീസ്. ഒരു കാരണവശാലും ഇത് അനുവദിക്കുന്ന പ്രശ്നമല്ല. കേസിൽ അറസ്റ്റിലായ 6 വിദ്യാർത്ഥികളെ കൂടി കോളേജ് സസ്പെൻഡ് ചെയ്തു. BJPയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ കോളേജിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ചും നടക്കും. ദീപക് മോഹൻ വിശദാംശങ്ങളുമായി. ദീപക്, എന്തൊക്കെയാണ് അന്വേഷണത്തിന്റെ പുരോഗതി? ഇന്ന് കോളേജിന്റെ മറ്റ് നടപടികൾ, കോളേജിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നടപടികളാണ് ഉണ്ടാകുന്നത്? നികേഷ്, നിലവിൽ 6 വിദ്യാർത്ഥികളെ കൂടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ 9 പ്രതികളാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2 ദിവസങ്ങൾക്ക് മുൻപ് 6 പ്രതികളെ പോലീസ് ഹോസ്റ്റലിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. തുടർന്നായിരുന്നു ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ രാവിലെ പാലക്കാട് സ്വദേശിയായ അഖിലിനെ, ഈ സിദ്ധാർത്ഥനെ മർദ്ദിച്ചതിൽ പ്രധാന പങ്കുള്ള അഖിലിനെ പാലക്കാട് പട്ടാമ്പിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനിടെ ഇന്നലെ വൈകിട്ടോടുകൂടി തിരിച്ചെത്താം.